ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കും ഇവിടെ സുഖന്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായയും കടി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. രാവിലെ ചപ്പാത്തിയും പിന്നെ ഉള്ളി കിഴങ്ങ് തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ചോറ് തീമടാണ് കേട്ടോ. അതിന് അരി ഇടാനുള്ള വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വിറകടുപ്പിലാണ് കേട്ടോ തീ പിടിപ്പിച്ചത്. ഉഷാറായിട്ട് തീയൊക്കെ കത്തി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ചപ്പാത്തിയും അതുപോലെ തന്നെ അതാണ് കിഴങ്ങ് കറിയാണ് കേട്ടോ. ഉള്ളിയും കിഴങ്ങും ഒക്കെ ഇട്ട് ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ വെക്കണം അതേ മതിരി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ ആയാൽ ചപ്പാത്തി കുട്ടികളെല്ലാം കഴിക്കും. ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കുമ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫിൻ്റെ ഒക്കെ വേണം കേട്ടോ, എന്നെങ്കിലും മക്കൾ കഴിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇനി ഉപ്പേരി ഉണ്ടാക്കുന്നത് പയറാണ് കേട്ടോ. ഇത് നമ്മളെ പാടത്തെ പയർ തന്നെയാണ്. പയർ തിന്ന് മക്കൾക്കൊക്കെ മടുത്തത് കേട്ടോ. ഇതെന്നും പയർ തന്നെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കണം. ഏതായാലും കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം. ഇനിയിപ്പോൾ തോനെയൊന്നുമില്ല. അതിപ്പോൾ അതാ ഉപ്പേരി പച്ചമുളക് ഇങ്ങനെ വയറിൽ തന്നെ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എണ്ണയൊക്കെ ചൂടാക്കി പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് കാണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചെടുക്കാണ്ട് ചെറിയ തീയിലാക്കിയാണ്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുക. അങ്ങനെ ആവി കടന്ന് കാണ്ട് അങ്ങനെ വേവട്ടെ. അപ്പോഴേക്ക് അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അത് കഴുകി വെച്ച് അപ്പോഴേക്ക് നമ്മളെ വെള്ളം നന്നായിട്ട് ഇവിടെ വെട്ടി തിളക്കുന്നുണ്ട്. അപ്പം കഴുകിയെടുത്ത് അരിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇട്ടപ്പോൾ കണ്ണൊക്കെ തന്നെയാണ് കേട്ടോ ആവി ഇങ്ങോട്ട് വരുന്നത്, പോക അങ്ങനെ വരിക. അപ്പോൾ ഞാനൊന്ന് മാറി നിന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളെ റിജുവിൻ്റെ സുന്നത്തല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓനെ കഴിച്ച് വന്നതിന് ഉള്ള ശേഷം ഡേ മൈ ലൈഫൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഓനങ്ങനെ ആക്കുന്നതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ 2-3 ദിവസത്തെ റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3-4 ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത്. അങ്ങനെ അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കൊടുത്ത് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് കറി ഉണ്ടാക്കുന്നത് ബീഫാണ് കേട്ടോ. അപ്പം ഞാൻ ബീഫൊക്കെ കട്ട് ചെയ്ത് വെച്ച് അപ്പം അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് ചതച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പെട്ടെന്ന് വേവണ അരിയാകൊണ്ട് ഇത് പെട്ടെന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്നിങ്ങോട്ട് തള കയറി കഴിഞ്ഞാൽ പിന്നെ അത് പായസമാകും. അപ്പം ഞാൻ നോക്കി നിൽക്കലാണ് കേട്ടോ. അരിയിട്ടാൽ പിന്നെ എങ്ങോട്ടും തിരിയലില്ല. അപ്പോൾ അതൊക്കെ തൊലിച്ച് വെച്ചപ്പോൾ തന്നെ നമ്മളെ ചോറ് വന്നു. അപ്പോൾ ഞാൻ വേഗം അതാണ്ട് ഊറ്റിയെടുത്തു. ഇനിയിപ്പോൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ബീഫും വെക്കണത്. കാരണം നല്ല തീയും കടലും ഉണ്ട്, വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതാ ചോറ് മുഴുവനാക്കി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ബീഫൊക്കെ നന്നായിട്ട് കഴുകി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് മൺകുടുക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൺകുടുക്കിയിൽ ബീഫ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ. നമ്മൾ പിന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടും എളുപ്പപ്പണിക്കൊക്കെ വേണ്ടിയിട്ടും മടി പിടിച്ചിരുന്ന ദിവസങ്ങളൊക്കെ ആണല്ലോ കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെയാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചത് ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. മല്ലിപ്പൊടി തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് അങ്ങനെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ച് കിട്ടിയിട്ട് വേണം. ഇപ്പോൾ മുളകും പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല എരിവുള്ള മുളകും പൊടിയാണ്. 1/2 സ്പൂൺ ഇട്ടാൽ തന്നെ നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബീഫ് വെക്കുമ്പോൾ ഉലുവയും കൂടെ ഇടലുണ്ട്. പിന്നെ വല്ലുള്ളി, ചെറിയൊരു വല്ലുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നായിട്ട് അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് നന്നായിട്ട് 2 തക്കാളിയും കൂടെ വെള്ളം ഒഴിച്ചെടുത്തുകൊണ്ട് അടുപ്പിൽ വേവിച്ചാൻ വേണ്ടി വെക്കും. പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ തൂമിച്ചെടുക്കലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറഞ്ഞ കറിയാക്കിയിട്ടാണ് വെക്കണത്. പറ്റ വരട്ടി ആക്കിയാണ്ടല്ല കേട്ടോ, കുറച്ച് കറിയാക്കിയിട്ടാണ്. അങ്ങനെ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ നന്നായിട്ട് കൈക്കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഒന്നെങ്കിലും ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും നമ്മൾ ആ ചതവൊക്കെ ഇട്ടില്ല അതിൻ്റെ ഒക്കെ നീരധിക്കൊണ്ട് ഇറങ്ങി ഇതാകണം. അപ്പോഴാണ് ആ ബീഫിന് നമുക്ക് ആ പെരട്ടിന് ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. എന്നിട്ട് കുറഞ്ഞ കറിയാക്കി വെക്കണോണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വിറകടുപ്പിലും കൂടി അല്ല വേവിക്കുന്നത്. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതാ ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് വിറകടുപ്പിൽ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചോറ് വെന്ത അടുപ്പത്ത് തന്നെ നല്ല തീയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതങ്ങനെ ആക്കും പോലെ അങ്ങനെ കത്തി കറക്കട്ടെ. പിന്നെ എന്താ ബീഫ് വേവിക്കാൻ വേണ്ടി അവിടെ വെച്ചതിന് ശേഷം നമ്മൾ റിജുട്ടനൊക്കെ എണ്ണത്തൊക്കെ തേപ്പിച്ച് അവിടെ വെച്ച് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണ് കുളിക്കാൻ വേണ്ടിയിട്ട്. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാ കാടമുട്ട പുഴുങ്ങിയതും ഹോർലിക്സും കൊടുക്കലുണ്ട്. അതിന് വേണ്ടി ഇതാ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ തുടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാടമുട്ടൊക്കെ പുഴുങ്ങി അവിടെ വെച്ച് നമ്മൾ റിജുട്ടനൊക്കെ കുളിപ്പിച്ച് അവിടെ കൊടുന്ന് ആക്കുവാന് കാടമുട്ടൊക്കെ പുഴുങ്ങിയതും ഹോർലിക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ക്ലീനിങ് ആണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പം അകത്ത് കൂടെ ഒക്കെ അടിച്ചാൽ നമ്മൾ സോബി മോള് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓള് പിന്നെ മദ്രസ ഇട്ട് വന്ന ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് ഇത് അകത്ത് കൂടെ ഒക്കെ അടിച്ചൊരി തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്കൂളില്ല കേട്ടോ. മന്നം ജയന്തി ആയിട്ട് സ്കൂളിൻ്റെ അവധിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തുടക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ ബീഫ് കറിയും പയറുപ്പേരിയും തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതാ തുടക്കൽ കഴിഞ്ഞിപ്പം ബീഫ് വറവിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ എന്താ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് അത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബീഫ് കറിയും അതേപോലെ പയറുപ്പേരിയും ചോറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അഭിപ്രായങ്ങളും പറയുകൊണ്ടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.